ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. ഇലക്ട്രോൺ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പമ്പ് ഓപ്പറേറ്ററിൻ്റെ കോഴ്സാണ്. അതിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IC എൻജിൻസിനെ പറ്റിയാണ്, ഇന്റേണൽ കമ്പഷൻ എൻജിനെ പറ്റിയാണ്. നമുക്കറിയാം, മെഷീൻസ് ദാറ്റ് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയാണ് നമ്മുടെ ഹീറ്റ് എൻജിൻ. ഹീറ്റ് എനർജിയെ മെക്കാനിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീനാണ് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹീറ്റ് എൻജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ ആൻഡ് ഇന്റേണൽ കമ്പഷൻ എൻജിൻ. ഈ ഹീറ്റ് എൻജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്നും ഇന്റേണൽ കമ്പഷൻ എൻജിൻ എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്യൂവൽ ദാറ്റ് ബേൺസ് ഔട്ട്സൈഡ് ദ സിലിണ്ടർ is called external combustion engine. എൻജിന്റെ സിലിണ്ടറിന് പുറത്താണ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് വിളിക്കും. എക്സാമ്പിൾ സ്റ്റീം എൻജിൻ. ഇനി ഫ്യൂവൽ ദാറ്റ് ബേൺ ഇൻസൈഡ് ദ സിലിണ്ടർ. ഫ്യൂവൽ ദാറ്റ് ബേൺ ഇൻസൈഡ് ദ സിലിണ്ടർ, അതായത് സിലിണ്ടറിനകത്താണ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇന്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയും. ഫ്യൂവൽ ദാറ്റ് ബേൺ ഇൻസൈഡ് ദ സിലിണ്ടർ. ഓക്കെ, ഒരു സിലിണ്ടറിനകത്താണ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇന്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് വിളിക്കും. ഓക്കെ, എക്സാമ്പിൾ നമ്മുടെ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ, അതൊക്കെ ഇന്റേണൽ കമ്പഷൻ എൻജിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതൊരു എക്സ്റ്റേണൽ കമ്പഷൻ എൻജിനാണ്. ഇതൊരു എക്സ്റ്റേണൽ കമ്പഷൻ എൻജിനാണ്. ഇതൊരു ഇന്റേണൽ കമ്പഷൻ എൻജിനാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇൻ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ ദ കമ്പഷൻ ഈസ് ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ സിലിണ്ടർ. ഈ സിലിണ്ടറിന് പുറത്താണ് ഇവിടെ കമ്പഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇന്റേണൽ കമ്പഷൻ എൻജിനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഫ്യൂവൽ ബേണിംഗ് ഇൻസൈഡ് ദ സിലിണ്ടർ. ആ സിലിണ്ടറിന്റെ ഇൻസൈഡിലാണ് അവിടെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇന്റേണൽ കമ്പഷൻ എൻജിൻ. ഇന്റേണൽ കമ്പഷൻ എൻജിൻ. ഇനി IC എൻജിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് SI എൻജിൻ, രണ്ട് പെട്രോൾ എൻജിൻ. IC എൻജിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് SI എൻജിനും രണ്ട് CI എൻജിനും. ഓക്കെ, IC എൻജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് SI എൻജിൻ ആൻഡ് രണ്ടാമത്തത് CI എൻജിൻ. SI എൻജിനെ നമ്മൾ പെട്രോൾ എൻജിൻ എന്നും വിളിക്കും. CI എൻജിനെ നമ്മൾ ഡീസൽ എൻജിൻ എന്നും വിളിക്കും. ഓക്കെ, IC എൻജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ എൻജിൻസും നോക്കാം. SI എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോൾ എൻജിനാണ്. അപ്പം പെട്രോൾ എൻജിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. ദ എയർ ഫ്യൂവൽ മിക്സ്ചർ ഈസ് ഡ്രോൺ ഡ്യൂറിങ് സെക്ഷൻ സ്ട്രോക്ക്. അപ്പോൾ നമ്മൾ എൻജിൻ സൈക്കിളിൽ 4 സ്ട്രോക്ക് ഉണ്ട്. ആ 4 സ്ട്രോക്കിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അതിൽ ആദ്യത്തെ സ്ട്രോക്കാണ് സക്ഷൻ സ്ട്രോക്ക്. അതായത് സക്ഷൻ സ്ട്രോക്കിൽ ഇവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ ആണ് അകത്തോട്ട് കയറുന്നത്. ഇനി SI എൻജിനിൽ സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ ആണ്, എയറിന്റെ ഫ്യൂവലിന്റെ മിക്സ്ചർ ആണ് സിലിണ്ടറിനകത്തോട്ട് കയറുന്നത്. സക്ഷൻ സ്ട്രോക്കിൽ എയറിന്റെ ഫ്യൂവലിന്റെ മിക്സ്ചർ ആണ് സിലിണ്ടറിനകത്തോട്ട് കയറുന്നത്. ഈ എയറിന്റെ ഫ്യൂവലിന്റെ മിക്സ്ചറിനെയും കംപ്രസ് ചെയ്ത് 20 to 30 ബാർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യും. ഈ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ 20 to 30 ബാറിലേക്ക് നമ്മൾ പിസ്റ്റൺ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യും. ഓക്കെ, കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 to 10 ആണ്. 6 to 10 റേഞ്ച് ആണ് നമ്മുടെ SI എൻജിന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ 20 to 30 ബാർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഒരു 400 to 500 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. ഓക്കെ, 20 to 30 ബാറിലേക്ക് അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ 400 to 500 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. ഈ സമയത്ത് ഈ പ്രഷറും ടെമ്പറേച്ചറും കൂടി നിൽക്കുന്ന സമയത്ത് ഒരു സ്പാർക്ക് പ്ലഗിന്റെ സഹായത്തോടെ നമ്മളൊരു സ്പാർക്ക് കൊടുക്കും. ഓക്കെ,
അപ്പം കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡിൽ 20 to 30 ബാർ പ്രഷറായി നിൽക്കുന്ന സമയത്ത് ആൻഡ് 400 to 500 ഡിഗ്രി ടെമ്പറേച്ചർ ആയി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു സ്പാർക്ക് പ്ലഗിന്റെ സഹായത്തോടെ ഒരു സ്പാർക്ക് കൊടുക്കും. ആ സമയത്ത് ഈ എയർ ഫ്യൂൽ മിക്സ്ചർ ബേൺ ആവും. അങ്ങനെ അവിടെ കമ്പഷൻ നടക്കും. എയർ ഫ്യൂൽ മിക്സ്ചർ ബേൺ ആവും, അവിടെ അപ്പം കമ്പഷൻ നടക്കും. ഓക്കെ, അപ്പം ഈ കമ്പഷൻ നടക്കുന്ന എനർജി കൊണ്ടാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ പെട്രോൾ എഞ്ചിന്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളാണ്. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. പെട്രോൾ എഞ്ചിന്റെ സൈക്കിളാണ് ഓട്ടോ സൈക്കിള്. അതിനെ നമ്മൾ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയും. ഓക്കെ, പെട്രോൾ എഞ്ചിൻ സൈക്കിളിനെ നമ്മൾ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയും. ബിക്കോസ് ഇവിടെ കമ്പഷൻ ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കമ്പഷൻ നടക്കുന്നത് ഇവിടെ കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് നമ്മൾ പെട്രോൾ എഞ്ചിന്റെ സൈക്കിളിനെ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് വിളിക്കും. നമ്മൾ അതിന്റെ സൈക്കിളും അതുപോലെ തന്നെ അതിന്റെ ഓരോ സ്ട്രോക്കിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് SI എഞ്ചിന്റെ കാര്യം ജസ്റ്റ് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഒരു SI എഞ്ചിൻ. ഇൻടേക്ക് സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തോട്ട് കയറും. എയർ ഫ്യൂൽ മിക്സ്ചർ ആണ് ഇവിടെ അകത്തോട്ട് കയറുന്നത്. എന്നിട്ട് ആ പിസ്റ്റൺ ഉപയോഗിച്ച് ഈ എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്നു. എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്ത് 20 to 30 ബാർ പ്രഷറിലേക്കും അതുപോലെ തന്നെ 20 to 30 ബാർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 400 to 500 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലാകുന്നു. ആ സമയത്ത് ഒരു സ്പാർക്ക് പ്ലഗിന്റെ സഹായത്തോടെ നമ്മളൊരു സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കമ്പഷൻ നടക്കും. അവിടെ പവർ ഉണ്ടാകും. ആ പവർ കാരണം പിസ്റ്റൺ താഴേക്ക് പോകും. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ താഴേക്ക് പോകും. എന്നിട്ട് നമ്മൾ ആ കമ്പഷൻ ഗ്യാസസിനെ എക്സ്ഹോസ്റ്റ് വാൾവ് വഴി പുറത്തേക്ക് കളയുന്നു. ഇതാണ് SI എഞ്ചിൻ. അപ്പോൾ SI എഞ്ചിൻ ഇനി അടുത്ത് നമുക്ക് CI എഞ്ചിൻ നോക്കാം. CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്. CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്. ഓക്കെ, ഇവിടെ സക്ഷൻ സ്ട്രോക്കിൽ എയറിനെയാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. പക്ഷേ SI എഞ്ചിന്റെ കേസിൽ സക്ഷൻ സ്ട്രോക്കിൽ നമ്മൾ എയർ ഫ്യൂൽ മിക്സ്ചറിനെയാണ് വലിച്ചെടുത്തത്. ഇവിടെ സക്ഷൻ സ്ട്രോക്കിൽ നമ്മൾ എയറിനെ മാത്രമാണ് വലിച്ചെടുക്കുന്നത്. ഇൻ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനിൽ നമ്മൾ എയറിനെ മാത്രമാണ് സക്ഷൻ സ്ട്രോക്കിൽ വലിച്ചെടുക്കുന്നത്. ഈ എയറിനെ കംപ്രസ് ചെയ്യും. ഈ എയറിനെ കംപ്രസ് ടു അപ്രോക്സിമേറ്റ്ലി 30 to 45 ബാർ പ്രഷറിലേക്ക് 30 to 45 ബാർ പ്രഷറിലേക്ക് നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്യും. മറ്റേ 20 to 30 ബാർ പ്രഷറിലേക്കായിരുന്നു നമ്മൾ കംപ്രസ് ചെയ്തത്. ഇവിടെ നമ്മൾ 30 to 45 ബാർ പ്രഷറിലേക്കായിരിക്കും കംപ്രസ് ചെയ്യുന്നത്. അതായത് പെട്രോളിൽ നടക്കുന്ന കംപ്രഷനെ കാട്ടി കൂടുതൽ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ SI എഞ്ചിന് നടക്കുന്ന കംപ്രഷനെ കാട്ടി കൂടുതൽ കംപ്രഷൻ CI എഞ്ചിനിൽ നടക്കും. ഇവിടെ 30 to 45 ബാർ പ്രഷറിലേക്കാണ് കംപ്രഷൻ ചെയ്യുന്നത്. ഇവിടുത്തെ കംപ്രഷൻ റേഷ്യോയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 14 to 25 ആണ്. ഓക്കെ, അപ്പം SI എഞ്ചിനെക്കാട്ടി കൂടുതൽ കംപ്രഷൻ എവിടെ നടക്കുന്നുണ്ട്? CI എഞ്ചിനിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ കംപ്രഷൻ റേഷ്യോ 14 to 25 റേഞ്ചിലാണ് കംപ്രഷൻ റേഷ്യോ വരുന്നത്. ആ സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ, ആ എയറിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 700 to 900 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ. ആ എയറിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 700 to 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഈ ഹോട്ട് എയറിനകത്തോട്ട് ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ സഹായത്തോടെ നമ്മൾ ഡീസൽ സ്പ്രേ ചെയ്യും. ഓക്കെ, ഫൈനലി നമ്മളൊരു നോസിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഈ ഫ്യൂവല് ബേൺ ചെയ്യും. അങ്ങനെ കമ്പഷൻ ടേക്ക് പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് കമ്പഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ ഈ കമ്പഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിന്റെ ഫ്യൂവൽ കൺസംഷൻ വളരെ കുറവായിരിക്കുന്നത്. കമ്പയർ ടു പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിന്റെ ഫ്യൂവൽ കൺസംഷൻ വളരെ കുറവാണ്. കാരണം ഈ ഡീസൽ എഞ്ചിൻ ഈ കമ്പഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിളാണ്. അതിനെ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇവിടെ കമ്പഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് കമ്പഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം.
ഇവിടെ ഈ CI എഞ്ചിനിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനിൽ എയറിനെയാണ് സക്ഷൻ സ്റ്റോക്കിലേക്ക് കൊണ്ടുവരുന്നത്. പെട്രോൾ എഞ്ചിനിൽ എയർ ഫ്യൂവൽ മിക്സ്ചറിനെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ എയറിനെ ഈ CI എഞ്ചിൻ 30 to 45 ബാർ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ 700 to 900 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ആകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ സഹായത്തോടെ നമ്മൾ ഡീസൽ നോസിൽ വഴി ഫൈനായിട്ട് സ്പ്രേ ചെയ്യും. ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ സഹായത്തോടെ ഡീസൽ ഫൈനായിട്ട് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഫ്യൂവൽ ഇഗ്നേറ്റ് ആവും, ഫ്യൂവൽ കത്തുമ്പം ആ കമ്പഷൻ നടക്കും. ഓക്കെ, ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിലാണ്, അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കും. ഇത് ഇവിടെ കമ്പഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഡീസൽ എഞ്ചിൻ ഈ കമ്പഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഫ്യൂവൽ കൺസംപ്ഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, ഡീസൽ എഞ്ചിൻ യൂട്ടിലൈസസ് ദ ഹീറ്റ് ഓഫ് ഫ്യൂവൽ ടു എ ബെറ്റർ ഡിഗ്രി. ഒരു മാക്സിമം ഹീറ്റ് നമ്മുടെ ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിന്റെ ബേൺഡ് ഗ്യാസ് ടെമ്പറേച്ചർ 600 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. ആൻഡ് ഇൻ കേസ് ഓഫ് SI എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ ഇറ്റ് ഈസ് 900 ഡിഗ്രി സെൽഷ്യസ്. പെട്രോൾ എഞ്ചിന്റെ ബേൺഡ് ഗ്യാസ് ടെമ്പറേച്ചർ 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതായത് ഈ ഡീസൽ എഞ്ചിന്റെ ബേൺഡ് ഗ്യാസ്, അതായത് കത്തിയിട്ട് പുറത്തോട്ട് പോകുന്ന ആ ബേൺഡ് ഗ്യാസ്, കത്തിയ ശേഷമുള്ള ഗ്യാസിന്റെ ടെമ്പറേച്ചർ 600 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് പെട്രോൾ എഞ്ചിനെ കാട്ടി കുറവാണ്. പെട്രോൾ എഞ്ചിനിൽ അത് 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡീസൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിനെ കാട്ടി കൂടുതൽ ഹീറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട് കമ്പഷൻ നടക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡീസൽ എഞ്ചിൻ കമ്പഷൻ നടക്കുന്ന ഹീറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് ഡീസൽ എഞ്ചിനാണ് ലോവർ ഫ്യൂവൽ കൺസംപ്ഷൻ. ഓക്കെ, ഇതാണ് ഇത് ഇൻടേക്ക് വഴി എയർ അകത്തേക്ക് കയറും. നമ്മൾ പിസ്റ്റൺ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുമ്പം ഒരു 30 to 45 റേഞ്ച് പ്രഷർ വരുമ്പോൾ നമ്മളൊരു ഫ്യൂവൽ ഇഞ്ചക്ടറുമായി ഫ്യൂവൽ ഫൈനായിട്ട് സ്പ്രേ ചെയ്യും. അപ്പോൾ അവിടെ കമ്പഷൻ സ്റ്റേബിലൈസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പാർട്സ് ഓഫ് IC എഞ്ചിനാണ്. IC എഞ്ചിന്റെ ഓരോ പാർട്സിനെ പറ്റി നമ്മൾ വൃത്തിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതൊരു IC എഞ്ചിന്റെ ഒരു ഫിഗർ ആണ്. ഇത് IC എഞ്ചിൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഒരു പെട്രോൾ എഞ്ചിൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഇരിക്കുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് ഇരിക്കുന്നത് കൊണ്ട് അതൊരു പെട്രോൾ എഞ്ചിൻ ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻലെറ്റ് വാൽവ്. ഇൻലെറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ ഫ്യൂവൽ പെട്രോൾ എഞ്ചിന്റെ കേസിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ സിലിണ്ടറിനകത്തോട്ട് കയറുന്നത് ഈ ഇൻലെറ്റ് വാൽവ് വഴിയാണ്. ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോഴാണ് എയർ ഫ്യൂവൽ മിക്സ്ചർ അകത്തോട്ട് കയറുന്നത്. അതുപോലെ തന്നെ ഇതാണ് എക്സോസ്റ്റ് വാൾവ്. ഇതാണ് എക്സോസ്റ്റ് വാൾവ്. എക്സോസ്റ്റ് വാൾവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഫ്റ്റർ കമ്പഷൻ ശേഷമുള്ള ബേൺഡ് ഗ്യാസ് ഇതുവഴി ആണ് പുറത്തു പോകുന്നത്. അതായത് ഈ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോഴാണ് ഈ കമ്പഷൻ കഴിഞ്ഞുള്ള ബേൺഡ് ഗ്യാസ് ഇതുവഴി പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ആൻഡ് ഇതാണ് സിലിണ്ടർ. ഇതാണ് നമ്മുടെ പിസ്റ്റൺ ഇത് ഈ സിലിണ്ടറിനകത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആ പിസ്റ്റൺ ഈ സിലിണ്ടറിലാണ് സ്ലൈഡ് ചെയ്യുന്നത്. ഇവിടാണ് കമ്പഷൻ ടേക്ക്പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, IC എഞ്ചിനിൽ പിസ്റ്റൺ സിലിണ്ടറിനകത്താണ് കമ്പഷൻ നടക്കുന്നത്. ഇതാണ് പിസ്റ്റൺ. നമ്മൾ ഓരോ പാർട്സിനെയും വൃത്തിയായിട്ട് പഠിക്കും. ഇതാണ് പിസ്റ്റൺ, ഇതാണ് കണക്റ്റിംഗ് റോഡ്. പിസ്റ്റണിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യുന്നതാണ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, നമുക്ക് ഓരോ പാർട്സിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം സിലിണ്ടർ ഹെഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, generally made of aluminum alloy and cast iron, the part of a combustion chamber. ഓക്കെ, ഇതൊരു നമ്മുടെ കമ്പഷൻ ചേമ്പറിന്റെ പാർട്ടാണ് ഒരു സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. In an IC engine, the cylinder head sits above the cylinders on the top of the cylinder block. It closes in the top of the cylinder, forming the combustion chamber. This joint is sealed by a head gasket. The head can also be placed to mount the valves, spark plugs and fuel injector. നമ്മുടെ എഞ്ചിനിലെ സിലിണ്ടറിനെ ക്ലോസ് ചെയ്യുന്നത്, സിലിണ്ടറിന്റെ ടോപ്പ് ഭാഗത്ത് വരുന്ന ഭാഗമാണ് ഈ സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്.
നമ്മുടെ എഞ്ചിനിലെ സിലിണ്ടറിന്റെ ടോപ്പ് ഭാഗത്ത് വരുന്ന പാർട്ടാണ് ഈ സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. ഈ സിലിണ്ടർ ഹെഡാണ് നമ്മുടെ സിലിണ്ടറിനെ ക്ലോസ് ചെയ്യുന്നത്. ഈ സിലിണ്ടർ ഹെഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ സിലിണ്ടർ ഹെഡും നമ്മുടെ സിലിണ്ടർ ബ്ലോക്കും കൂടെ ചേരുന്നതാണ് കമ്പഷൻ ചേംബർ എന്ന് പറയുന്നത്. ഈ സിലിണ്ടർ ഹെഡും അതുപോലെ തന്നെ ആ സിലിണ്ടറും കൂടെ ചേരുന്നതാണ് ഈ കമ്പഷൻ ചേംബർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സിലിണ്ടറിന്റെ ടോപ്പ് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഈ സിലിണ്ടർ ഹെഡ് വെച്ചിട്ടാണ്. ഓക്കെ, ആ സിലിണ്ടറിന്റെയും സിലിണ്ടർ ഹെഡിന്റെ ഇടയ്ക്ക് അതിന്റെ ഒരു ലീക്കേജ് ഒന്നും വരാതെ ഇരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഹെഡ് ഗ്യാസ്കറ്റ്. ഹെഡ് ഗ്യാസ്കറ്റിനെ പറ്റി നമ്മളിപ്പോൾ അടുത്തത് പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സിലിണ്ടറിനെ ക്ലോസ് ചെയ്യുന്ന സിലിണ്ടറിന്റെ ടോപ്പ് ഭാഗത്ത് വരുന്നതാണ് സിലിണ്ടർ ഹെഡ്. സിലിണ്ടറിനെ ക്ലോസ് ചെയ്യുന്ന സിലിണ്ടർ ഹെഡാണ്. സിലിണ്ടർ ഹെഡും സിലിണ്ടറും കൂടെ ചേരുന്നതാണ് കമ്പഷൻ ചേംബർ. സിലിണ്ടർ ഹെഡും സിലിണ്ടറും കൂടെ ചേരുന്നതാണ് കമ്പഷൻ ചേംബർ. അതിന്റെ ഈ സിലിണ്ടർ ഹെഡിന്റെയും സിലിണ്ടറിന്റെയും ഇടയിൽ ഇതാണ് സിലിണ്ടർ ഹെഡിന്റെയും സിലിണ്ടറിന്റെയും ഇടയിൽ ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ വെക്കുന്ന പാർട്ടാണ് ഹെഡ് ഗ്യാസ്കറ്റ്. നമ്മൾ അടുത്തത് പഠിക്കും. പിന്നെ നമ്മുടെ സ്പാർക്ക് പ്ലഗ്, ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ഒക്കെ മൗണ്ട് ചെയ്യുന്നത്, സ്പാർക്ക് പ്ലഗ്, ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ്, വാൾവ്സ് ഒക്കെ മൗണ്ട് ചെയ്യുന്നത് സിലിണ്ടർ ഹെഡിലാണ്. അപ്പം എന്തൊക്കെയാണ് സ്പാർക്ക് പ്ലഗും ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സും വാൾവ്സും എവിടാണ് മൗണ്ട് ചെയ്യുന്നത്? എവിടാണ്? സിലിണ്ടർ ഹെഡിലാണ് സ്പാർക്ക് പ്ലഗും ഫ്യൂവൽ ഇഞ്ചക്ടറും വാൾവ്സും ഒക്കെ മൗണ്ട് ചെയ്യുന്നത്. അടുത്താണ് ഹെഡ് ഗ്യാസ്കറ്റ്. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ സിലിണ്ടർ ബ്ലോക്കിന്റെയും സിലിണ്ടർ ഹെഡിന്റെ ഇടയിൽ ലീക്കേജ് ഉണ്ടാകാതിരിക്കാനായിട്ട് വെക്കുന്ന ഒരു പാർട്ടാണ് ഹെഡ് ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഹെഡ് ഗ്യാസ്കറ്റ് നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിന്റെയും സിലിണ്ടറിന്റെ ഇടയിൽ ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ വെക്കുന്ന പാർട്ടാണ് സിലിണ്ടർ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു പ്രിവെന്റ് ദ കമ്പഷൻ ഗ്യാസ് ഫ്രം ലീക്കിംഗ് ഫ്രം ദ ജോയിന്റ് ബിറ്റ്വീൻ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് സിലിണ്ടർ. നമ്മൾ കമ്പഷൻ നടക്കുന്ന സമയത്ത് ഈ കമ്പഷൻ ഗ്യാസ് സിലിണ്ടർ ഹെഡിന്റെയും സിലിണ്ടർ ബ്ലോക്കിന്റെയും ഇടയിലൂടെ ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹെഡ് ഗ്യാസ്കറ്റ് ഉപയോഗിക്കുന്നത്. അത് സീൽഡ് പ്രൂഫ്, നല്ലൊരു സീൽഡ് കിട്ടാൻ വേണ്ടിയാണ്. അതൊരു ഒട്ടും ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഹെഡ് ഗ്യാസ്കറ്റ് ഉപയോഗിക്കുന്നത്. അത് മെയിനായിട്ടും നമ്മുടെ സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് അയൺ സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ് മെയിനായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. സോഫ്റ്റ് സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആൻഡ് ഹെഡ് ഗ്യാസ്കറ്റ് പ്രൊവൈഡ് സീൽ ബിറ്റ്വീൻ എഞ്ചിൻ ബ്ലോക്ക് ആൻഡ് സിലിണ്ടർ ഹെഡ്. അത് നമ്മളിപ്പോൾ വായിച്ചു തന്നെയാണ്. എഞ്ചിൻ ബ്ലോക്കിന്റെയും സിലിണ്ടർ ഹെഡിന്റെയും ഇടയിൽ ഒരു സീലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഒരു ലീക്കേജ് ഒന്നും ഉണ്ടാകാതെ ആക്ട് ചെയ്യുന്നതാണ് ഹെഡ് ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത്. Its purpose is to steal the combustion gases within the cylinders and to avoid the coolant or engine oil leakage into the cylinders. Leak in the head gasket can cause poor engine running and overheating. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സീലിംഗ് കറക്റ്റ് അല്ലെങ്കിൽ കൂളന്റ്, എഞ്ചിൻ ഓയില്, പിന്നെ കമ്പഷൻ ഗ്യാസസ് ഒക്കെ അതുവഴി ലീക്കേജ് ആവും. ഇത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിന്റെ റണ്ണിങ്ങിനെ സാരമായി ബാധിക്കും. ഓക്കെ, അപ്പൊ ഹെഡ് ഗ്യാസ്കറ്റിങ്ങിന്റെ നല്ല ഹെഡ് ഗ്യാസ്കറ്റ് അല്ലെങ്കിൽ നല്ലതായിട്ട് സീൽ ചെയ്തില്ലെങ്കിൽ കൂളന്റ്, എഞ്ചിൻ ഓയില് ഒക്കെ ലീക്ക് ആവും. ഓക്കെ, അപ്പം നമ്മുടെ എഞ്ചിൻ റണ്ണിങ്ങിനെ അത് സാരമായിട്ട് ബാധിക്കും. Okay, within a water-cooled internal combustion engine, there are 3 fluids which travel between engine block and cylinder head. അപ്പോൾ നമ്മുടെ വാട്ടർ-കൂൾഡ് സിസ്റ്റം ഉപയോഗിക്കുന്ന എഞ്ചിൻസിൽ നമ്മുടെ ഈ സിലിണ്ടർ ഹെഡിൽ നിന്നും സിലിണ്ടർ ബ്ലോക്കിലേക്ക് സിലിണ്ടർ ബ്ലോക്കിനെ നമ്മൾ എഞ്ചിൻ ബ്ലോക്ക് എന്ന് വിളിക്കും. സിലിണ്ടർ ഹെഡിൽ നിന്നും സിലിണ്ടർ ബ്ലോക്കിലേക്കും ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ് ഒന്നാമത്തെ കമ്പഷൻ ഗ്യാസ്, രണ്ടാമത്തെ കൂളന്റ്, വാട്ടർ ബേസ്ഡ് കൂളന്റ്,
പിന്നെ മൂന്നാമത്തെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഫ്ലൂയിഡ്സ് നമ്മുടെ സിലിണ്ടർ ഹെഡിൽ നിന്നും സിലിണ്ടർ ബ്ലോക്കിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡ് ഗ്യാസ്കറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ 3 ഗ്യാസസും ലീക്ക് ആവും. ഓക്കെ, അടുത്താണ് നമ്മൾ സിലിണ്ടർ ബ്ലോക്കിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. ഇതാണ് സിലിണ്ടർ ബ്ലോക്ക്. ഇവിടാണ് നമ്മുടെ പിസ്റ്റണൊക്കെ മെയിൻ എഞ്ചിന്റെ മെയിൻ പാർട്സ് ഒക്കെ സിലിണ്ടർ ബ്ലോക്കിലാണ് നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഇതിന്റെ മുകളിൽ നമ്മൾ ഗ്യാസ്കറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? അതിന്റെ മുകളിലാണ് നമ്മൾ അതിന്റെ സിലിണ്ടർ ഹെഡ് വെക്കുന്നത്. The cylinder and cylinder block are normally cast as single unit, but sometimes the cylinder lines are inserted into the cylinder block which can be replaced when worn out. സാധാരണ കേസിൽ സിലിണ്ടറും സിലിണ്ടർ ബ്ലോക്കും ഒറ്റ സിംഗിൾ യൂണിറ്റ് ആണ്. ഇനി ഈ സിലിണ്ടറിന്റെ അകത്ത് ചില കേസസിലും മിക്കവാറുള്ള കേസസിലെല്ലാം നമ്മൾ ഈ സിലിണ്ടറിന്റെ കേസിൽ സിലിണ്ടർ ലൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സിലിണ്ടർ ലൈനേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അത് നമുക്ക് സിലിണ്ടർ ലൈനർ എന്താണെന്ന് നോക്കാം. സിലിണ്ടർ ലൈനറിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിലിണ്ടർ. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ടിരിക്കുന്ന ഈ ഭാഗമാണ് സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സിലിണ്ടർ ലൈനർ എന്താണെന്ന് നോക്കാം. ദ സിലിണ്ടർ ലൈനർ സെർവിങ് ആസ് ദ ഇന്നർ വാൾ ഓഫ് ദ സിലിണ്ടർ. നമ്മുടെ സിലിണ്ടറിന്റെ ഏറ്റവും അകത്തെ വാളായിട്ട് സെർവ് ചെയ്യുന്നതാണ് ഈ സിലിണ്ടർ ലൈൻ എന്ന് പറയുന്നത്. ഇത് സിലിണ്ടറിലാണെങ്കിൽ ഇതിന്റെ സിലിണ്ടറിന് ഏറ്റവും അകത്തെ വാളായിട്ടാണ് ഈ സിലിണ്ടർ ലൈൻ സെർവ് ചെയ്യുന്നത്. ഫോംസ് എ സ്ലൈഡിംഗ് സർഫസ് ഫോർ ദ പിസ്റ്റൺ റിംഗ്സ് വൈൽ റീറ്റൈനിങ് ദ ലൂബ്രിക്കേറ്റിംഗ് വിത്തിൻ. ഇത് ഒരു ബെറ്റർ സ്ലൈഡിംഗ് സർഫസ് നമ്മുടെ പിസ്റ്റണ് കൊടുക്കും. നമ്മുടെ പിസ്റ്റണ് നല്ല ബെറ്റർ ആയിട്ടുള്ള നല്ല സ്ലൈഡിംഗ് സർഫസ് കൊടുക്കും. ഈ പിസ്റ്റനകത്ത് 3 റിംഗ്സ് ഉണ്ട്. പിസ്റ്റൺ റിംഗ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിസ്റ്റൺ പഠിക്കും. അപ്പൊ ഈ പിസ്റ്റൺ റിംഗ്സിന് ഓയിൽസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും അവിടുത്തെ ഓയിൽസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും നല്ല രീതിയിൽ നല്ലൊരു സ്ലൈഡിംഗ് സർഫസ് ക്രിയേറ്റ് ചെയ്യിക്കാനുമാണ് ഈ സിലിണ്ടർ ലൈനർ ഉപയോഗിക്കുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ദ സിലിണ്ടർ ലൈനർ ഈസ് ദ എക്സലന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ദ സ്ലൈഡിംഗ് സർഫസ്. ഓക്കെ, നല്ലൊരു സ്ലൈഡിംഗ് സർഫസ് ഒന്നുമില്ല, സിലിണ്ടർ ലൈനിന്റെ മിറാന പക്ഷെ നല്ലൊരു സ്ലൈഡിംഗ് സർഫസ് കൊടുക്കുക. അവിടുത്തെ ഓയിലിനെ റീറ്റൈൻ ചെയ്യാൻ പിസ്റ്റൺ റിംഗിന് സാധിക്കും, ഓയിലിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക. ഓക്കെ, അപ്പം അതാണ് സിലിണ്ടർ ലൈനറിന്റെ ഫംഗ്ഷൻ. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ സിലിണ്ടർ ലൈനേഴ്സ് ആണ്. കാസ്റ്റ് അയൺ സിലിണ്ടർ ലൈനേഴ്സ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാസ്റ്റ് അയണിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്, ഇത് വിയർ റെസിസ്റ്റന്റ് ആണ്. ഒരുപാട് ഇവിടെ തേയ്മാനങ്ങൾ ഉണ്ടാകത്തില്ല. ഈ കാസ്റ്റ് അയൺ സിലിണ്ടർ ലൈനേഴ്സിന് തേയ്മാനം കുറവാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റ് അയൺ സിലിണ്ടർ ലൈനേഴ്സ് ഉപയോഗിക്കുന്നത്. കാസ്റ്റ് അയൺസ് ഈ പിസ്റ്റൺ എപ്പോഴും മൂവ് ചെയ്യുന്നതുകൊണ്ട് കാസ്റ്റ് അയൺ ബാക്കി ഏതെങ്കിലും വേറെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ തേയ്മാനം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് തേയ്മാനം കുറവ് ആയതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റ് അയൺ സിലിണ്ടർ ലൈനേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇതാണ് സിലിണ്ടർ ബ്ലോക്ക്. നമ്മുടെ എഞ്ചിന്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് അസംബിൾ ചെയ്യുന്നത് സിലിണ്ടർ ബ്ലോക്കിലാണ്. ഇതിന്റെ മുകളിലാണ് ഗ്യാസ്കറ്റ് വെക്കുന്നത്. ഈ ഗ്യാസ്കറ്റിന്റെ മുകളിലാണ് സിലിണ്ടർ ഹെഡ് വെക്കുന്നത്. ഓക്കെ, ഇനി ഈ സിലിണ്ടർ ലൈനറിന്റെ അപ്പൊ ഈ പിസ്റ്റന്റെ ഇന്നർ വാളാണ് സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എൻജിൻസിൽ വെക്കാറുണ്ട്. ഈ സിലിണ്ടർ ലൈനർ നമുക്ക് പിസ്റ്റൺ ഒരു നല്ല സ്ലൈഡിംഗ് സർഫസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ സിലിണ്ടർ ലൈനർ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ സിലിണ്ടർ ലൈനർ ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. കാരണം അതിന് വിയർ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സിലിണ്ടർ ലൈനറിന്റെ ഇടയിൽ നമ്മളൊരു ക്രോസ് ഹാച്ച് പാറ്റേൺ നമ്മൾ മെയ്ഡ് ചെയ്ത് കൊടുക്കും. മെഷീനിങ് പ്രോസസ്സ് വഴി ഒരു ക്രോസ് ഹാച്ച്ഡ് പാറ്റേൺ നമ്മൾ മെയ്ഡ് ചെയ്ത് കൊടുക്കും. ആ പ്രോസസ്സിനെയാണ് ഹോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോണിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇതൊരു സിലിണ്ടർ ലൈനറിന്റെ ഇന്നർ സൈഡാണ്. അവിടെ നമ്മൾ ഒരു ക്രോസ് ആയിട്ട് മെഷീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മളവിടെ ഒരു ക്രോസ് ആയിട്ട് മെഷീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് ഹാച്ച് പാറ്റേൺ അവിടെ
എന്തിനാണ് മെയിൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഹോണിംഗ് എന്ന് പറയുന്നത്. ഹോണിംഗ് ഓക്കെ. ഹോണിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് വെൻ ലൈനർ ഗെറ്റ് ഗ്ലേസ്ഡ് ആൻഡ് ലൂസസ് ഇറ്റ് റഫ്നെസ്. അതായത് ഈ നമ്മുടെ ലൈനറിന്റെ റഫ്നെസ് ടോട്ടലി സീറോ ആകുമ്പോൾ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഗ്ലേസ് ആകുമ്പോഴാണ് നമ്മൾ ഹോണിംഗ് ചെയ്യുന്നത്. അപ്പോൾ റഫ്നെസ് നമ്മൾ സിലിണ്ടർ ലൈനിന്റെ റഫ്നെസ് നശിക്കുമ്പോഴാണ് നമ്മൾ ഹോണിംഗ് ചെയ്യുന്നത്. റഫ് സർഫേസ് ഈസ് required so that to sustain the lube oil film, so that there is a film between the piston rings and the liner to reduce the friction and wear of both and reduce the friction and wear of the both rings and liner. അത് നമുക്ക് ഒരു റഫ് സർഫസ് അത്യാവശ്യമാണ്. ഈ സിലിണ്ടർ ലൈനറിന്റെ ഇൻസൈഡ് വാളില് ഒരു റഫ് സർഫസ് അത്യാവശ്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ എഞ്ചിൻ ഓയിൽ അവിടെ ജസ്റ്റ് നമുക്കൊന്ന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു ഓയിൽ ഫിലിം പോലെ അവിടെ എഞ്ചിൻ ഓയിൽ നിൽക്കണമെങ്കിൽ അവിടെ ചെറിയൊരു റഫ് സർഫസ് വേണം. ഓക്കെ, അപ്പൊ എഞ്ചിൻ ഓയിൽ അവിടെ നിൽക്കണമെങ്കിൽ ഒരു റഫ് സർഫസ് വേണം. അപ്പൊ ഈ റഫ് സർഫസ് ഇല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എഞ്ചിൻ ഓയിൽ ഒരു ഓയിൽ ഫിലിം പോലെ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ നമ്മുടെ പിസ്റ്റനും സിലിണ്ടർ ലൈനറും തമ്മിലുള്ള ഫ്രിക്ഷൻ വളരെ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പം വിയർ ആൻഡ് ടിയർ കുറയും. എന്തിന്റെ? പിസ്റ്റന്റെയും റിങ്സിന്റെയും. പിസ്റ്റൺ റിങ് നമ്മൾ അടുത്തത് പഠിക്കും. അപ്പൊ പിസ്റ്റന്റെയും റിങ്ങിന്റെയും വിയർ അവിടെ വളരെ നല്ല രീതിയിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ആവും. അപ്പം വിയർ നല്ല രീതിയിൽ റെഡ്യൂസ് ആവും. അപ്പൊ ഹോണിംഗ് എന്താണ്? ഹോണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടർ ലൈനിന്റെ ഫ്രിക്ഷൻ, സിലിണ്ടർ ലൈനിന്റെ റഫ്നെസ് ടോട്ടലി ലൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹോണിംഗ് ചെയ്യുന്നത്. സിലിണ്ടർ ലൈനിന്റെ റഫ്നെസ് ലൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹോണിംഗ് ചെയ്യുന്നത്. ഹോണിംഗ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു റഫ് സർഫസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഒരു റഫ് സർഫസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനാണ്. എന്തിനാണ്? ഓയിൽ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു റഫ് സർഫസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹോണിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ റഫ് സർഫസ് കാരണം നമ്മുടെ എഞ്ചിൻ ഓയിൽ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് പിസ്റ്റന്റെയും റിങ്സിന്റെയും സിലിണ്ടർ ലൈനിന്റെയും ഒക്കെ തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഹോണിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഹോണിങ്ങിന്റെ ഫിഗർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എഞ്ചിന്റെ സിലിണ്ടറിന്റെ ഇൻസൈഡ് ആണ്. ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇതാണ് സിലിണ്ടർ. ഈ ഭാഗമാണ് സിലിണ്ടർ. അതിന്റെ തൊട്ടിപ്പുറത്താണ് ഈ സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. ഈ സിലിണ്ടർ ലൈനറിന്റെ ഇപ്പുറത്താണ് വാട്ടർ കൂളിംഗ് സിസ്റ്റം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിലായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സിലിണ്ടർ ബ്ലോക്കിന്റെ മെറ്റീരിയൽ നോക്കാം. സിലിണ്ടർ ബ്ലോക്ക് മെയിൻ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഗ്രേ കാസ്റ്റേൺ ഓർ അലൂമിനിയം അലോയ്. ഗ്രേ കാസ്റ്റേണോ അലൂമിനിയം അലോയ് വെച്ചിട്ടാണ് നമ്മൾ സിലിണ്ടർ ബ്ലോക്ക് ജനറലായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. ഗ്രേ കാസ്റ്റേൺ ഓർ അലൂമിനിയം അലോയ്. നമ്മുടെ എഞ്ചിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ മെയിൻ പാർട്ടാണ് നമ്മുടെ ഈ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. The other engine parts is attached or disassembled into the cylinder block. എഞ്ചിന്റെ ബാക്കിയുള്ള പാർട്സ് എല്ലാം സിലിണ്ടർ ബ്ലോക്കിലാണ് അസംബിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എഞ്ചിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പാർട്ടാണ് സിലിണ്ടർ ബ്ലോക്ക്. ബാക്കി എഞ്ചിൻ പാർട്സ് എല്ലാം അസംബിൾ ചെയ്യുന്നത് എവിടാണ്? ഈ സിലിണ്ടർ ബ്ലോക്കിലാണ്. ഈ സിലിണ്ടർ ബ്ലോക്ക് നമുക്ക് ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സിലിണ്ടർ ബ്ലോക്ക്. ഇവിടാണ് സിലിണ്ടർ. ഇവിടെ ഇതിപ്പം നമുക്ക് നോക്കി മനസ്സിലാവും. 1, 2, 3, 4, 5, 6 സിലിണ്ടർ ഉള്ള എഞ്ചിനാണിത്. 6 സിലിണ്ടർ എഞ്ചിനാണ്. ഓക്കെ, ഇതൊരു 6 സിലിണ്ടർ എഞ്ചിൻ ഉള്ള എഞ്ചിനാണ്. ഇതിന്റെ ഈ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുന്നത്. സിലിണ്ടർ ബോർ എന്ന് പറയുന്നത്. ഓക്കെ, ആ സിലിണ്ടറിന്റെ ഇന്റേണൽ ഡയമീറ്ററിനെയാണ് നമ്മൾ സിലിണ്ടർ ബോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എഞ്ചിന്റെ കപ്പാസിറ്റി ആണ് എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഒരു എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ CC നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ ബോറിന്റെ ഡയമീറ്റർ ബേസ് ചെയ്തായിരിക്കും. പിന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഗർ കാണിച്ചു തരാം. TDC ടു BDCയിലോട്ട് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ആ ദൂരത്തെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഒരു പിസ്റ്റൺ. ഇതാണ് പിസ്റ്റന്റെ ടോപ്പ് സൈഡ്. അപ്പം പിസ്റ്റന് മാക്സിമം മുകളിലോട്ട് പോകാൻ പറ്റുന്ന ആ പോയിന്റിനാണ് നമ്മൾ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ടോപ്പ് ഡെഡ് സെന്ററിന് മുകളിലോട്ട് നമ്മുടെ പിസ്റ്റന് ചലിക്കാൻ സാധിക്കത്തില്ല. ടോപ്പ് ഡെഡ് സെന്ററിന് മുകളിലേക്ക് നമ്മുടെ പിസ്റ്റന് ചലിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇനി ഇതാണ് പിസ്റ്റൺ
കമ്പഷൻ താഴോട്ട് വന്ന് നിൽക്കുന്ന പോയിന്റ് ആണ് ഇത്. അപ്പോൾ പിസ്റ്റന് വരാൻ പറ്റുന്ന മാക്സിമം, താഴോട്ട് വരാൻ പറ്റുന്ന മാക്സിമം പോയിന്റ് ആണ് ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിസ്റ്റന് മുകളിലോട്ട് പോകാൻ പറ്റുന്ന മാക്സിമം പോയിന്റ് ആണ് ടോപ്പ് ഡെഡ് സെന്ററും താഴോട്ട് വരാൻ പറ്റുന്ന മാക്സിമം പോയിന്റ് ആണ് ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ ടോപ്പ് ഡെഡ് സെന്ററും ബോട്ടം ഡെഡ് സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറഞ്ഞാൽ പിസ്റ്റന് മുകളിലേക്ക് പോകാൻ പറ്റുന്ന മാക്സിമം പോയിന്റ്. ഓക്കെ, ആ പോയിന്റ് വരെ നമുക്ക് പിസ്റ്റന് മുകളിലോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതിന് മുകളിലോട്ട് പിസ്റ്റന് പോകാൻ സാധിക്കത്തില്ല. ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറഞ്ഞാൽ പിസ്റ്റന് താഴോട്ട് വരാൻ പറ്റിയ മാക്സിമം പോയിന്റ്, അതിന് താഴോട്ട് പിസ്റ്റന് താഴോട്ട് വരാൻ സാധിക്കത്തില്ല. ഓക്കെ, ആ TDC ടു BDC വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എഞ്ചിന്റെ കപ്പാസിറ്റി, എഞ്ചിന്റെ ഡിസ്പ്ലേസ്മെന്റ് എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തിനൊക്കെയാണ്? ഒന്ന് ബോർ ആ സിലിണ്ടറിന്റെ ഡയമീറ്റർ, രണ്ടെന്താണ് പിസ്റ്റൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ TDC ടു BDC വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പിസ്റ്റൺ സ്ട്രോക്ക്. അതിന്റെ നമ്പർ ഓഫ് സിലിണ്ടർ എംപ്ലോയ്ഡ്, അതിന്റെ എത്ര സിലിണ്ടർ ആണ് അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എഞ്ചിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഇതാണ്. ഓക്കെ, എഞ്ചിന്റെ ഒരു കപ്പാസിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ്. എന്തിനൊക്കെ വെച്ചിട്ടാണ്? ബോർ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒന്ന് ബോർ ഡയമീറ്റർ, രണ്ടാമത്തത് പിസ്റ്റൺ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ TDC മുതൽ BDC വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പിസ്റ്റൺ സ്ട്രോക്ക്. പിന്നെ മൂന്നാമത്തത് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എംപ്ലോയ്ഡ്, എത്ര സിലിണ്ടർ അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നു. അതൊക്കെയാണ് എഞ്ചിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 പോയിന്റും കൂടെ പഠിക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് 2 അഡ്ജസന്റ് ബോർസ് ഈസ് കാൾഡ് ബോർ പിച്ച്. നമ്മൾ മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഒരു ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് കാണും. ഓക്കെ, അപ്പോൾ ഒരു സിലിണ്ടറിന്റെ സെന്ററിൽ നിന്നും മറ്റൊരു സിലിണ്ടറിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോർ പിച്ച് എന്ന് പറയുന്നത്. ഒരു സിലിണ്ടറിന്റെ സെന്റർ മുതൽ മറ്റൊരു സിലിണ്ടറിന്റെ സെന്റർ വരെയുള്ള ദൂരമാണ് നമ്മൾ ബോർ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബോർ പിച്ച്. ഇതാണ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു സിലിണ്ടർ ആണ്, ഇതൊരു മറ്റൊരു സിലിണ്ടർ ആണ്. ഇതിന്റെ സെന്ററിൽ നിന്നും ഇതിന്റെ സെന്ററിലേക്ക് വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ ബോർ പിച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബ്ലോക്ക് ഹൈറ്റ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിലിണ്ടർ ടോപ്പ് സർഫസ് ടു ദ ക്രാങ്ക് ഷാഫ്റ്റ് സെന്റർ ലൈൻ ഈസ് കാൾഡ് ബ്ലോക്ക് ഹൈറ്റ്. അടുത്ത നമ്മൾ ബ്ലോക്ക് ഹൈറ്റ് എന്ന ടൈമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിലിണ്ടർ ടോപ്പ് സർഫസ്, സിലിണ്ടറിന്റെ ഏറ്റവും മുകളിലത്തെ സർഫസ് മുതൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ ലൈൻ വരെയുള്ള ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റിനെ പറ്റിയും ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബ്ലോക്ക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പിസ്റ്റന്റെ ഒരു എഞ്ചിന്റെ സിലിണ്ടറിന്റെ ഏറ്റവും ടോപ്പ് സർഫസ് മുതൽ അതിന്റെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ ഈ ബ്ലോക്ക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് സിലിണ്ടർ ഹെഡ് ആണ്. സിലിണ്ടർ ബ്ലോക്ക് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പിസ്റ്റൺ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പിസ്റ്റൺ റിങ്സ്, കണക്റ്റിംഗ് റോഡ്, അങ്ങനെ ഇനി ബാക്കിയുള്ള പാർട്സിന്റെ ക്ലാസ് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ടൈപ്പ് ഓഫ് IC എഞ്ചിനെ പറ്റി, IC എഞ്ചിൻ എന്താണെന്ന് പഠിച്ചു, IC എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിൽ SI എഞ്ചിൻ എന്താണെന്ന് പഠിച്ചു, CI എഞ്ചിൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ കംപ്രഷനും അതിൻ്റെ റേഷ്യോയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ IC എഞ്ചിൻ പാർട്സിലേക്ക് വന്നു. പാർട്സിൽ നമ്മൾ സിലിണ്ടർ ഹെഡ് പഠിച്ചു, ഗ്യാസ്കറ്റ് പഠിച്ചു, സിലിണ്ടർ ബ്ലോക്ക് പഠിച്ചു. അപ്പോൾ അതിൻ്റെ കുറേ ടേംസ് പഠിച്ചു. ഹോണിങ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, സിലിണ്ടർ ലൈനറിൻ്റെ ഉപയോഗം പഠിച്ചു. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
താങ്ക് യു.